സ്വപ്നങ്ങൾക്ക് പ്രായമില്ല, പഠനത്തിന് കാലാവധിയുമില്ല എന്ന് തെളിയിക്കുകയാണ് ഇടപ്പള്ളി സ്വദേശിയായ മഞ്ജുഷ. 50-ാം വയസ്സിൽ ഇപ്പോൾ +2 പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മഞ്ജുഷ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇത്രയും വൈകിയും ആ പഠിക്കാനുള്ളൊരു ത്വര അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഇപ്പോഴും കെട്ടടങ്ങാതെ മനസ്സിലുള്ളത് എന്ന് തന്നെ കൂടുതൽ വിശദമായി ചോദിക്കാം. ചേച്ചി വലിയൊരു മാതൃകയാണ്, അല്ലെങ്കിൽ ഒരുപാട് വീട്ടമ്മമാർക്ക് ഇൻസ്പിറേഷനാണ് ഈ 50-ാം വയസ്സിലും പഠിക്കുന്നു എന്ന് പറയുന്നത്. എന്താണ് ആ ഒരു ഇത്രയും വയസ്സായിട്ടും പഠനത്തിനോടുള്ള ഇത്രയും ആഗ്രഹം, അതിയായ ആഗ്രഹം? പഠനത്തിന് അതിയായ ആഗ്രഹം തോന്നി ശരിക്കും നമ്മൾ ഒരുപാട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത സമയത്തൊക്കെയാണ് നമുക്ക് പഠിത്തം ഒരു കുറവുണ്ട്, എഡ്യൂക്കേഷൻ്റെ ആവശ്യം ഒരാൾക്ക് അത്യാവശ്യമാണെന്ന് നമുക്ക് ഫീൽ ചെയ്തേ. പഠിക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ അത്യാവശ്യം പഠിക്കുമായിരുന്നു. പക്ഷേ 10th ആയപ്പോഴത്തേക്കിന് മാരേജ്, ഫാമിലി, അമ്മ സ്ഥലത്തില്ലായിരുന്നു, അമ്മ പുറത്തായിരുന്നു. അച്ഛനും അച്ഛൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പം ഞങ്ങൾ 2 പെൺകുട്ടികളും ഒരാണുമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ ആയിട്ടുള്ള ഒരു ഏർലി മാരേജ് ആയിരുന്നു. പിന്നെ അതിനുശേഷം 3 മക്കളായി. അതിലൊരു മോന് ബൈ ബർത്ത് സ്പെഷ്യൽ ചൈൽഡാണ്. അപ്പോൾ അവരെ പഠിപ്പിക്കാനും പിന്നെ അവരുടെ ഒരു എന്താ പറയുക ലൈഫ് നോക്കി നമ്മൾ വീണ്ടും പഠിത്തത്തിലേക്കൊന്നും പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് ഞാൻ കുറച്ച് നാൾ അബ്രോഡായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ജോലിക്കൊക്കെ ആണല്ലോ, ഓഫീസിലൊക്കെ എന്തെങ്കിലും ഒരു ജോബൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോബ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള എഡ്യൂക്കേഷൻ വേണമല്ലോ. അപ്പോൾ ആ സമയത്താണ് അങ്ങനെ ഒരു ആഗ്രഹം. പിന്നെ ശരിക്കും പഠിക്കാനുള്ള സമയം കിട്ടിയതും അപ്പോഴാണ്. നാട്ടിൽ വന്നിട്ട് മോളുടെ മാരേജ് കഴിഞ്ഞു, മോൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയപ്പോഴാണ് നമുക്ക് പഠിക്കാൻ പോകാനൊരു സാഹചര്യം ഒത്തു വന്നത്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചു. 10th ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. പിന്നെ 10th എഴുതി, അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. കളമശ്ശേരിയിലായിരുന്നു ഞങ്ങളുടെ സെൻറ്റർ വന്നത്. അവിടെ കോർഡിനേറ്റർമാരായിട്ടുള്ള ഞങ്ങളുടെ രേണുക മിസ്സും ഒക്കെ അവർ നല്ല സപ്പോർട്ടാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയാണ് പഠിത്തത്തിലേക്ക് വന്നത്. പിന്നെ അത് 10th കഴിഞ്ഞാൽ പിന്നെ +2 ആയി. +2 കഴിഞ്ഞപ്പം +1 എക്സാം ജൂലൈ 4-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നേ ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ ചെയ്യണമെന്നും LLBക്ക് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. വക്കീൽ കോട്ട് അണിയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അല്ലേ? അങ്ങനെ ആഗ്രഹമുണ്ട്. കാരണം ആഗ്രഹങ്ങളല്ലേ, അത് നമുക്കൊരിക്കലും മൂടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് പഠനത്തിലേക്ക് വീണ്ടും. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? കുറേ നാളുകൾക്ക് ശേഷം സ്കൂളിൽ വരുന്നു, കുറേ കൂട്ടുകാരെ കിട്ടുന്നു അല്ലേ? ശരിക്കും എല്ലാവരും എന്താ പറയുക, ഭയങ്കര നമ്മുടെ പഴയ കാലത്തെ കൂടെ തന്നെ എല്ലാവരും. കാരണം ഒരുപാട് ഏജുള്ള ആൾക്കാർ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഏതാണ്ട് 45 ഓളം കുട്ടികളുണ്ട്. എല്ലാവരും ഇതുപോലെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഫാമിലിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. എല്ലാവരും ഭയങ്കര സഹകരണവും എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, ഒരു എക്സ്പീരിയൻസ് ശരിക്കും. അപ്പോൾ കുഞ്ഞിലെ ഒരു അഡ്വക്കേറ്റ് ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ, അതോ ഈ പഠനത്തിലേക്ക് വന്നതിന് ശേഷമാണോ? അഡ്വക്കേറ്റ് ആകണം എന്നൊന്നും ശരിക്കും അങ്ങനെയല്ല. എനിക്ക് പോലീസിലേക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ സ്പോർട്സിലൊക്കെ ശരിക്കും പങ്കെടുക്കുമായിരുന്നു. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അത് ഒന്നും നടന്നില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ, കാരണം എൻ്റെ ഒരു ഏജ് ഉണ്ടല്ലോ, നമുക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ പഠിത്തത്തിന്. അപ്പം LLBക്കേ ഉള്ളൂ ഏജ് ലിമിറ്റ് ഇല്ലാത്തതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ അല്ലെങ്കിൽ ഡിപ്ലോമ അങ്ങനെ. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പഠനത്തിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മെമ്മറിയിൽ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ കോൺസെൻട്രേഷനൊക്കെ കിട്ടാറുണ്ടോ പഠിക്കുമ്പോൾ? അതുണ്ട്. നമുക്ക് അങ്ങനെ വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. നമുക്ക് അത് ടീച്ചേഴ്സ് ആയാലും നല്ലവണ്ണം നമുക്ക് മനസ്സിലാകുന്നതോടെ നല്ലവണ്ണം ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അഥവാ ക്ലാസ്സില്ല, എനിക്കാണെങ്കിൽ ശരിക്കും ഒരുപാട് ക്ലാസ് മുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, മോൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ക്ലാസ് മുടങ്ങിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ടീച്ചേഴ്സ് നല്ലവണ്ണം നമുക്ക് നല്ലോണം സപ്പോർട്ട് തരുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ആയാലും എല്ലാവരും. ഇപ്പൊ മക്കളൊക്കെ എന്താ പറയുന്നത്? അവർക്കെല്ലാം സന്തോഷമാണ്. മോൾക്കായാലും മോളുടെ ഹസ്ബൻഡ്, മോനും മോൻ്റെ വൈഫ്, എല്ലാവർക്കും. അവർക്ക് മോൻ്റെ വൈഫൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇൻസ്പയർ ചെയ്യാറുണ്ടല്ലോ, എല്ലാ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ എക്സാം എടുക്കാറാകുമ്പോൾ റിവിഷനൊക്കെ ചെയ്ത് അങ്ങനെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. പലർക്കും പല സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോകുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ പഠിക്കുന്നത് നാണക്കേടാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ശരിക്കും നമ്മളെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് എന്താ പറയുക, നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആകെ ഈ ലോകത്ത് ഒരു ലൈഫേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ അത് ആ ഒരു ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങൾ നമ്മൾ നേടണമെന്നാണ്. നമ്മൾ എന്ത് ചെയ്യുന്നതിന് നമുക്ക് നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല.
അപ്പം ഞാൻ ആ പോസ്റ്റ് ഇട്ടത് തന്നെ കുറേ ആൾക്കാർ, കൂടുതൽ ലേഡീസ് ഒരുപാട് പേര് വന്ന് അതിൻ്റെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പഠിക്കുന്നവരും അതേപോലെ പഠിക്കാൻ ആഗ്രഹമുള്ളവരും ഒക്കെ ഒത്തിരി പേര്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ എൻ്റെ അടുക്ക് മെസ്സേജിൽ വന്നിട്ട് ഞാൻ അതൊരു ലേഡി അല്ല, ഒരു ജെൻസാണ്. പുള്ളി ഇങ്ങനെ ചോദിച്ചു, 10th പോയിട്ടുള്ളൂ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവനെ പറഞ്ഞു കൊടുത്തു. ഇന്നലെ ഞങ്ങളുടെ ക്ലാസ് സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി അഡ്മിഷനൊക്കെ എടുത്തു. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അവരെ ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ്. കാരണം വിദ്യാഭ്യാസം എപ്പോഴും നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും എത്ര ഏജ് ആയാലും അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ലല്ലോ. അപ്പോൾ ഓരോ സമയം കഴിഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്നായാലും ഏതിൽ നമ്മൾ ഓരോ കാര്യം പഠിച്ചുകൊണ്ടേയിരിക്കുമല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. അപ്പോൾ അഭിഭാഷകയുടെ കോട്ടിട്ട് കൂടി നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്നായിട്ട് ആഗ്രഹമുണ്ട്, ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. എന്നാലും മഞ്ജുഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്രയേറെ ആളുകളിലേക്ക് എത്താനും കാര്യം. അതുകൊണ്ട് തന്നെ, അത് കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് പേര് വീണ്ടും പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തെ പൊടിതട്ടി പുറത്തേക്ക് വരികയാണ്. എന്തായാലും ഒരു അഭിഭാഷകയാകണമെന്നാണ് മഞ്ജുഷയുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.